വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കട്ടെ എന്നും പുത്തൻ പ്രതീക്ഷകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം അതിൻ്റെ 119, 25, 26 തിരുവചനങ്ങൾ. സങ്കീർത്തനം 119 അതിൻ്റെ 25, 26 തിരുവചനങ്ങൾ. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ വചനത്തിൽ ഈ സങ്കീർത്തകൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. ഒരുപക്ഷെ നീ ഇപ്പോൾ വചനം കേട്ടുകൊണ്ട് താങ്ങാനാവാത്ത ദുഃഖത്തിൽ വിലപിക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശവം ഭൂമിയിൽ അടക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പൊടിയോട് പറ്റി ചേർന്ന് മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ തീർന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ മരിക്കാനായി, ശവം പോലെയായി എന്നാണ് ഇദ്ദേഹം പറയണത്. ഇങ്ങനെ വേദനിച്ചിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണിത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിനി പ്രതീക്ഷയില്ല, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കിനി ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തി, എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. വലിയ തകർച്ചകളൊക്കെയുള്ള വ്യക്തികൾ, അവരുടെ അവസ്ഥ ഇതാണ്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ഇനി ഇദ്ദേഹം പറയുകയാണ്, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം മരിക്കാൻ കിടക്കുന്ന അല്ലെ തകർച്ചയിൽ കിടക്കുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്ന് വട്ടം കറങ്ങുന്ന വ്യക്തിക്കും ഒരു വാഗ്ദാനം നൽകുന്നു. വചനം കേൾക്കുന്ന നീ ഇന്ന് കുടുംബത്തോടു കൂടി വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പടുകുഴിയിലും ദൈവം നിന്നെ നോക്കി ഒരു വാഗ്ദാനം പറയുന്നുണ്ട്. ഈ വാഗ്ദാനം എന്താണെന്ന് നീ തിരിച്ചറിയുക. കർത്താവിൻ്റെ വചനം. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്ക് ഉത്തരമരുളി എന്ന് പറഞ്ഞാൽ പടുകുഴിയിൽ കിടക്കുന്ന, തകർച്ചയിൽ കിടക്കുന്ന, പ്രതീക്ഷയില്ലാത്ത അന്ധകാരത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ, എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അർത്ഥം? എൻ്റെ അവസ്ഥ വിവരിച്ചാൽ അത് കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ അവസ്ഥ ഞാൻ വിവരിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ട്. എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അവസ്ഥ, ഈ തകർച്ചയുടെ അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പിൽ വിവരിക്കേണ്ട ഒരാവശ്യം എനിക്കുണ്ട്. അതൊരു നിർബന്ധമായിട്ട് മാറണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വ്യക്തിയാണെങ്കിലും എത്ര ചെറിയ വ്യക്തിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതല്ലാത്തതോ എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ ആദ്യം നമ്മൾ അവതരിപ്പിക്കണം. അതാണ് ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത്. ഏത് വ്യക്തിയുടെയും ജീവിത വിജയം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിന് ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ വിവരിക്കണം. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ച് പറയണം. അത് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോവുക, നിങ്ങൾ അതിനെക്കുറിച്ച് 25 ദിവസം ആലോചിച്ചു, ദൈവത്തിന് മുമ്പിൽ പോയിട്ട് പറയുകയാണ്, ദൈവമേ ഞാൻ ഇത് ചെയ്യാൻ പോവാണ്. അല്ല, എൻ്റെ അവസ്ഥ ഞാൻ വിവരിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവത്തോട് വിവരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളിലെ അപാകത ദൈവം പരിഹരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാക്കി ദൈവം അത് ഏറ്റെടുക്കും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ വിജയിച്ചിട്ടുള്ളത് ആളുകൾ. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ നോക്കിക്കോ. വിജയിച്ച വ്യക്തികൾ അവരുടെ അവസ്ഥ ദൈവസന്നിധിയിൽ വിവരിച്ചു പറഞ്ഞു. നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയെ 2 സമൂവേൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്? ദാവീദ്, ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവ്, ഭയങ്കര ശക്തിയിൽ നിൽക്കുകയാണ്, തിളങ്ങി നിൽക്കുന്ന വ്യക്തി. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല, ആലോചന വഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ അത്രയും പവർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ രാജാക്കന്മാരും പേടിച്ചിരിക്കുന്ന വ്യക്തി. പക്ഷേ ഇദ്ദേഹം ചെയ്തൊരു ഇടപാട്, ഇദ്ദേഹം ചെയ്തൊരു രീതി നമ്മൾ മനസ്സിലാക്കണം. 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു.
അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഫിലിസ്തീയർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. നോക്കി, ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവ് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ്, തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എത്ര ശക്തി ഉണ്ടായിക്കൊള്ളട്ടെ, അവൻ്റെ അവസ്ഥ പൂർണ്ണമായും വിവരിച്ചു. കോട്ടയ്ക്കുള്ളിൽ കയറി പൂട്ടി. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഇപ്പം ഞാനും നീയും മാത്രം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ മുറിക്കുള്ളിൽ വേദനിച്ച് കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ആ മുറി പൂട്ടിയിട്ട് നീ ഇപ്പോൾ തന്നെ ദൈവത്തോട് നീ ഒരു ആലോചന ചോദിക്കുക. എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ദൈവമേ, നീ ഒന്ന് വെളിപ്പെടുത്തി തരണം. എൻ്റെ കർത്താവെ, എനിക്ക് താങ്ങുന്നില്ല ഈ ദുഃഖം. ഭാര്യ നിങ്ങളെ വഞ്ചിച്ചെന്ന് തോന്നുന്നു, അല്ലെ ഭർത്താവിൻ്റെ ദുശീലങ്ങളായിക്കൊള്ളട്ടെ, അല്ലെ മക്കളുടെ ചില പ്രത്യേകതകളായിക്കൊള്ളട്ടെ, സാമ്പത്തിക തകർച്ചകളായിക്കോട്ടെ, രോഗമായിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനോട് ചോദിക്കണം. ദാവീദ് രാജാവ് എന്ത് ചെയ്തു? നോക്കി, ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫിലിസ്തീർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അങ്ങ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? ദൈവം പറഞ്ഞു, പുറപ്പെടുക. കർത്താവിൻ്റെ മുമ്പിൽ ആലോചന ചോദിച്ച വ്യക്തി. ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, ഈ മനുഷ്യൻ ദൈവത്തോടൊന്നും ആലോചന ചോദിച്ചില്ല, അങ്ങോട്ട് പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരു ഗ്യാരണ്ടി ഇല്ല ആ വ്യക്തി ജയിക്കുമെന്നതിന്. കാരണം ദൈവത്തോടൊരു വ്യക്തി ആലോചന ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്ലാനിനെ ദൈവം ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തിൽ ഫിലിസ്തീയർ തോറ്റ് ഓടിയെന്നാണ് പറയുന്നത്. വചനം പറയുന്നത് എന്താണെന്നറിയോ? വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ ചിതറിച്ചു എന്നവൻ പറഞ്ഞു. ഫിലിസ്തീയ പട വലിയ ശക്തിയും ഇതൊക്കെ ആയിട്ട് വന്നപ്പോൾ ഈ ദാവീദ് രാജാവ് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മുന്നിട്ടിറങ്ങിയപ്പോൾ വചനം പറയുന്നു, വെള്ളച്ചാട്ടം പോലെ ചിതറിച്ചു. നിങ്ങൾ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? ഇത്രയും മുകളിൽ നിന്ന് താഴേക്കും കണ്ടിട്ട് പിന്നെ ചെതറി അങ്ങോട്ട് പോവാണ്. പിന്നെ അത് എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് അതിൻ്റെ അവസ്ഥ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പേടിക്കരുത്, ഭയപ്പെടരുത്, ആകുലപ്പെടരുത്. ദൈവത്തോട് നീ നിന്റെ ആകുലതകൾ വിവരിച്ചാൽ, സങ്കീർത്തകൻ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ അവസ്ഥ ഞാൻ ദൈവത്തോട് വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം വരി. വിവരിക്കുന്ന കാര്യങ്ങളെ ദൈവം വലുതുകരം വെച്ച് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്നിലൂടെ നിറവേറും. അതുകൊണ്ട് 10 പ്രാവശ്യം തകർന്ന വ്യക്തിയാണെങ്കിലും, 15 പ്രാവശ്യം ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിലും, 10 പ്രാവശ്യം IELTS എഴുതിയിട്ട് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിന്റെ അവസ്ഥ ഇന്ന് നീ പോയി ദൈവത്തോട് വിവരിക്കണം. ദൈവം ഇടപെടും സഹോദര. ദൈവത്തിൻ്റെ ശക്തമായ കരം വെച്ച് നിന്നെ അനുഗ്രഹിക്കും. ഈ ദാവീദ് രാജാവ് ഇത്ര വലിയ മനുഷ്യനായിരുന്നിട്ട് പോലും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം അദ്ദേഹത്തിനുണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ വിജയം എങ്ങനെയാണ്? വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ ചിതറിച്ചു എന്ന് അവൻ പറഞ്ഞു. അടുത്ത വചനങ്ങൾ നിങ്ങൾ നോക്കുക. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്ന് പേരുണ്ടായി. ഫിലിസ്തീയർ തങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. ദാവീദും ആളുകളും അവ എടുത്തുകൊണ്ട് പോയി. ഫിലിസ്തീയർ വീണ്ടും വന്ന് റഫായ് താഴ്വരയിൽ പാളയമടിച്ചു. നോക്കി, ഇവര് ഫിലിസ്തീയർ ഒന്ന് പേടിച്ചു പോയി. വിഗ്രഹങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് ഓടുകയാണ്. അത്രയും പേടിച്ച് ഓടി. കാരണം ദൈവത്തിൻ്റെ കരം ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായാൽ ബാക്കി എല്ലാവരും പേടിച്ച് ഓടും. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇവർക്ക് രണ്ടാമത് വീണ്ടും ദാവീദ് രാജാവിനെ ആക്രമിക്കുന്ന ഒരാഗ്രഹം. അപ്പോൾ ദാവീദിന് വേണമെങ്കിൽ ഒരു തീരുമാനം കൂടെ എടുക്കാം. ഞാൻ ഇവരെ തോൽപ്പിച്ചതാണ്, തോൽപ്പിക്കും മുമ്പ് ദൈവത്തോട് ഒരു ആലോചന ചോദിച്ചതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് എന്തിനാണ് വെറുതെ ദൈവത്തോട് ആലോചിക്കുന്നത്? കാരണം അതേ ആളുകൾ, അതേ സ്ഥലം, ആ പ്രദേശങ്ങളൊക്കെ തന്നെയാണ്, എൻ്റെ സൈന്യം അത് തന്നെയാണ്. ഇനി രണ്ടാമതും പോയി ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങോട്ട് പോയിട്ട് ഒരു യുദ്ധം ചെയ്ത് അങ്ങ് വിജയിച്ച് പോന്നാൽ പോരെ. കാരണം ഒരു യുദ്ധം ജയിച്ചിട്ട് അധികം നേരം ആയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നതെന്നറിയോ? ഇതാണ് പറയുന്നത്, മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും ദൈവത്തോട് ആലോചന ചോദിച്ചു ഈ വ്യക്തി. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന് ഒരു ഇടപെടലിന് അവസരം കൊടുത്ത ഈ വ്യക്തി. ഈ ദാവീദിൻ്റെ വിജയം മുഴുവൻ ഇങ്ങനെയാണ്. ദൈവത്തിന് ഇടപെടാൻ, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഈ രാജാവ് ഒരവസരം കൊടുത്തു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് രണ്ടാമത്തെ എന്താ സംഭവിച്ചെന്നറിയാവോ? ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ നേരെ ചെന്ന് ആക്രമിക്കരുത്. കണ്ടോ, ഇതാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധി അല്ല ദൈവത്തിൻ്റെ ബുദ്ധി. ദാവീദ് രാജാവ് കഴിഞ്ഞ യുദ്ധം ജയിച്ചത് നേരെ ചെന്ന് ആക്രമിച്ചു. ദൈവം അവിടെ ഇടപെട്ട് അത്ഭുതം നടത്തി. ഇപ്രാവശ്യം ദൈവം പറയുന്നു, നീ നേരെ ചെന്ന് ആക്രമിക്കരുത്. ദൈവം പലപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, ഈ കാര്യം ഇതുപോലെ അല്ല ചെയ്യേണ്ടത്. നീ ചെയ്യേണ്ട കാര്യം നിനക്ക് ചെയ്യാം, പക്ഷെ ഇതിന് വേറൊരു വഴിയുണ്ട്. ഈ കാര്യം ഇതുപോലെ അല്ല ചെയ്യേണ്ടത്. പക്ഷേ ആ രീതി നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്നാലേ ആ കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ടവർ, എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവ് പറയാണ്, നീ നേരെ ചെന്ന് അവരെ ആക്രമിക്കരുത്. വളഞ്ഞു ചെന്ന് ബാൽസാ വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക. ബാൽസാ വൃക്ഷങ്ങൾക്ക് മുകളിൽ അണി നീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ തകർത്ത് കളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗേർസ വരെ ഫിലിസ്ത്യ സൈന്യത്തെ തുരത്തി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മുഴുവൻ അവിടെ നിരത്താണ് ഇവരെ മുഴുവൻ പോയിട്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എൻ്റെ ബുദ്ധി
പലപ്പോഴും വിജയിച്ചിട്ടുണ്ടാകും. പക്ഷേ ചില സമയത്ത് ആ ബുദ്ധി വിജയിക്കില്ല. അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ തകർച്ച. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മിശിഹായ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നിൻ്റെ ആലോചനകളെ എടുത്തു വെക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. പലപ്പോഴും ആളുകൾക്ക് ചില തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, അല്ല ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇവർ ഒന്നുകിൽ മറ്റുള്ളവരുടെ ആലോചന ചോദിക്കും, രണ്ട് ആരോടും ആലോചന ചോദിക്കാതെ തീരുമാനം എടുക്കും. ഇത് രണ്ടും മണ്ടത്തരമാണ്. മറ്റുള്ളവരോട് ആലോചന ചോദിച്ച് മറ്റുള്ളവരുടെ തീരുമാനങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ നടന്ന് അവസാനം അവർ പറയുന്ന ഒരു തീരുമാനം എടുക്കും. മണ്ടത്തരമായിരിക്കും. അതങ്ങ് തീരുമാനം എടുത്തിട്ട് നടപ്പാക്കും. രണ്ട്, ആരോടും അനുവാദം ചോദിക്കില്ല, എനിക്ക് തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കും. ഇവിടെ ഇത് രണ്ടും തകർച്ചയുടെ ലക്ഷണമാണ്. ഒരു വചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. യെശയ്യാ പ്രവചനം 31 അതിൻ്റെ 1-ാം തിരുവചനം 3-ാം തിരുവചനം. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും, നോക്കുക, ദൈവത്തെ ഉപേക്ഷിച്ചു എന്നിട്ട് സഹായം തേടി അന്വേഷിച്ച് പോവാണ്. നോക്കി, ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, കുതിരയെ ആശ്രയിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, കുതിര ജഡമാണ്, ആത്മാവല്ല. കുതിരയെ പോലെ ശക്തിയുള്ള മനുഷ്യർ, ഭയങ്കര ഓട്ടം ഓടി വിജയിച്ച മനുഷ്യരാണ്, 1-ാം സ്ഥാനത്ത് എത്തിയവരാണ്. കുതിര എന്ന് പറഞ്ഞാൽ ശക്തിയുടെയാണ്, ശക്തിയുടെ ഒരു സിമ്പിളാണല്ലോ. ഓടി കുതിര, യുദ്ധത്തിൽ കുതിരയുണ്ട്, അല്ലെ ഓട്ടപ്പന്തയത്തിന് കുതിരയുണ്ട്, ഓടി ജയിക്കുന്നതാണ് കുതിര. പ്രിയപ്പെട്ടവരെ, ഓടി ജയിച്ച വ്യക്തിയോട് നീ കൂട്ടുകൂടി തീരുമാനമെടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, കുതിര ജഡമാണ്, ആത്മാവല്ല. ആത്യന്തികമായിട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും വിജയത്തിലെത്തിക്കാൻ ഈ കുതിര ശക്തിയുള്ള വ്യക്തിക്ക് കഴിയില്ലെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം ദൈവത്തോട് ആലോചന ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, വേറൊരു വചനം പറയുന്നത്, ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. ഈജിപ്തിലെ സൈന്യം, ഫറവോയുടെ സൈന്യം, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആളുകൾ പേടിച്ചോടും. പറയുന്നത് ഇവര് ദൈവമല്ല, മനുഷ്യരാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നിൻ്റെ എല്ലാ ആലോചനകളെയും സമർപ്പിച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആലോചന ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു നിസ്സാര കാര്യമല്ല. നമ്മൾ ആലോചന ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് ആലോചന ചോദിക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പദ്ധതികൾക്ക് ദൈവത്തിൻ്റെ അംഗീകാരം നേടുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അവസ്ഥ ഏത് തകർച്ചയിലും ദൈവത്തോട് ചോദിക്കുക. ആ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിവാഹ ബന്ധങ്ങളൊക്കെ ഒരുപാട് വേർപിരിയുന്നത്? ഞാൻ ഒരുപാട് ചിന്തിച്ചൊരു കാര്യമാണ്. എത്ര ആഘോഷത്തോടെ നടത്തിയ വിവാഹം, എത്ര നല്ല കുടുംബങ്ങൾ, എന്തൊരു നല്ല സ്വഭാവമുള്ള ചെറുക്കനും പെണ്ണും, എല്ലാ കാര്യങ്ങളും ഭംഗിയായി. പക്ഷേ വിവാഹം കഴിഞ്ഞ് 3 വർഷമാകുമ്പോൾ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു. എന്താണ് വിവാഹത്തിലെ പ്രശ്നങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, കുതിരശക്തി, ആ കുടുംബത്തിന് ഭയങ്കര ശക്തിയും പ്രതാപവും പൈസ എല്ലാം ഉണ്ട്, അല്ലേ? അതുപോലെ എന്താണ്, ഈജിപ്തുകാരുടേത് പോലെ എല്ലാ കഴിവുകളും നിറഞ്ഞ കുടുംബം, എല്ലാ ശക്തിയും നിറഞ്ഞ കുടുംബം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കർത്താവിന്റെ വചനം പറയണു, ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. നമുക്ക് വേണ്ടത് മനുഷ്യരെയല്ല, നമുക്ക് വേണ്ടത് ദൈവത്തെയാണ് നമ്മൾ മനസ്സിലാക്കുക. കുതിരശക്തിയല്ല നമുക്ക് വേണ്ടത്, ദൈവശക്തി, ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വലിയ വലിയ കുടുംബങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി നമ്മളിത് ചെയ്യുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചോ. വിവാഹാലോചന നടത്തുന്നത് നിങ്ങളായിരിക്കാം, പക്ഷേ അത് നടപ്പാക്കേണ്ടത് ദൈവമാണ്. നിങ്ങളുടെ മകൾക്ക് വേണ്ടി, നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങളൊരു വിവാഹാലോചന നടത്തുമെന്ന് വിചാരിക്കുക. കുടുംബത്തിൻ്റെ മഹിമയും കാര്യങ്ങളെല്ലാം ചെയ്തു. അതല്ല ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത്, ഒരു വിവാഹാലോചന വന്നാൽ ആ കുടുംബത്തിലെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് വട്ടം കൂടിയിരുന്ന് ദൈവത്തോട് ആലോചന, ദൈവമേ ഇങ്ങനെ ഒരു ആലോചന വന്നു, ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണോ, ഇത് എന്തത് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആരാധിക്കുക, ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തോട് വേണം ആദ്യത്തെ ആലോചന നമ്മൾ ചോദിക്കാൻ. അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ഏത് കാര്യവും അത്ഭുതകരമായി ദൈവം നടത്തും. ഞാൻ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് പ്രാഗൽഭ്യമുള്ള ആളുകൾ, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ, പക്ഷേ ബിസിനസ് നടത്തി അങ്ങ് ഏറ്റവും മുകളിലെത്തുമ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാണ്. ഇവർ തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവണില്ല. പെട്ടെന്ന് ഓർഡറുകളെല്ലാം നിന്ന് പോകുന്നു, അല്ലെ പൈസ തിരിച്ചു കിട്ടുന്നില്ല, ആകെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ചീട്ടുകൊട്ടാരം പോലെ തകരുക. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ബാബേൽ ഗോപുരം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണെന്ന് നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, ബാബേൽ ഗോപുരം ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയി, ഒരു നാശ കൂമ്പാരമായി. എന്താ അവിടെ പ്രശ്നം സംഭവിച്ചത്? അവിടെ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു, ഇഷ്ടികയുണ്ടായിരുന്നു, എല്ലാ കൂട്ടും ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ബാബേൽ ഗോപുരം ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് വീണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തോട് ആലോചന ചോദിക്കാതെ പണിത കെട്ടിടമായിരുന്നു അത്. നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിക്കാതെ, അത്യുന്നതൻ്റെ ഉപദേശം സ്വീകരിക്കാതെ, ഈജിപ്തിലെ രാജാവിനെയും ഈജിപ്തിലെ കുതിരശക്തിയെയും ആശ്രയിച്ച് പോകുന്നവർക്ക് ദുരിതം. അതാണ് കർത്താവ് പറയണത്. കർത്താവിൻ്റെ വചനം പറയുന്നു, ദാ സഹായകൻ കരമുയർത്തുമ്പോൾ സഹായിക്കപ്പെട്ടവനും സഹായിച്ചവനും ഒരുമിച്ച് നശിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളും പല ബിസിനസ്സുകളും പല കാര്യങ്ങളും തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഒരു ചാലകശക്തി ദൈവമല്ല, നമ്മുടെ ബുദ്ധിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ബുദ്ധിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ പറയുന്നത്, സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനത്രേ. കർത്താവിൽ ആശ്രയിക്കാണ്ട് സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനത്രേ. അതേപോലെ നമ്മൾ കാണുന്ന വേറൊരു കാര്യം, അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 16 തിരുവചനം മുതൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് ലീഹായും സീലാസും ഇവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഭാവി ഫലം പറയുന്ന ഒരു സ്ത്രീയെ കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു. ശ്രദ്ധിക്കണം, ആ വചനമാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ. പല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസ് നടന്നു പോകുന്നു, സീലാസ് നടന്നു പോകുന്നു. എന്നിട്ട് ഇവൾ എന്താ പറയണത്? ഇവർ അത്യുന്നതൻ്റെ പുത്രന്മാരാണ്, ഇവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. വാസ്തവത്തിൽ ഒരു നല്ലൊരു മിനിസ്ട്രി അല്ലേ, ഇവൾ നല്ല ഭാവിയല്ലേ പറയണത്, നല്ല കാര്യമല്ലേ ഇവൾ പറയണത്. പക്ഷേ ഈ നല്ല കാര്യം പറഞ്ഞപ്പോൾ പൗലോസ് ലീഹ ഒരു പ്രാവശ്യം കഴിഞ്ഞു. വചനം എന്താ പറയണത്? ഈ മനുഷ്യത്തിൻ്റെ പുത്രനാണ്. ഇനി അവർ നിങ്ങളുടെ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. നല്ല നല്ല കാര്യം പറഞ്ഞപ്പോഴും പൗലോസ് ലീഹായെ അത് അസ്വസ്ഥതപ്പെടുത്തി. മനുഷ്യർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പൗലോസ് ലീഹായെ അസ്വസ്ഥപ്പെടുത്തി. ഓക്കെ, നല്ല കാര്യമായിക്കോട്ടെ, ചില മനുഷ്യന്മാരിങ്ങനെ വരും. എവിടെവരെ മാലാകമാരേക്കാൾ ഭംഗിയായി വേഷവിധാനം ധരിച്ച് മാലാകമാരേക്കാൾ സുന്ദരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പിശാചുക്കളുണ്ട്. ചിന്തിച്ചോളുക, മനസ്സിലായിക്കൊള്ളുക. അവരുടെ ആലോചന കേൾക്കാൻ പാടില്ല, അവരുടെ ആലോചന കേൾക്കാൻ പാടില്ല. എന്നിട്ട് പൗലോസ് ലീഹ എന്ത് ചെയ്തെന്നറിയാവോ? ഈ പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് ലീഹ ഇത് അസ്വസ്ഥപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, പൗലോസ് ലീഹ ഉറപ്പായിട്ടും ഈ പെൺകുട്ടിയെക്കുറിച്ച് ദൈവത്തോടൊരു ആലോചന ചോദിച്ചു. ദൈവമേ, ഞാൻ എല്ലാ ദിവസവും നടന്നു പോകുന്ന വഴി ഈ പെൺകുട്ടി വന്ന് നല്ല നല്ല കാര്യങ്ങളാണല്ലോ പറയണത്, ഇതെന്താ ഇതിൻ്റെ കാര്യം? പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് അസഹ്യപ്പെടുത്തി എന്ന് പറയണത്. ദൈവത്തോട് പൗലോസ് ലീഹ ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ് ലീഹയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു, ഇനി ആ പെൺകുട്ടിയെ നീ കേൾക്കാൻ പാടില്ല. ആ നല്ല നല്ല കാര്യങ്ങളാണ്. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, കാണുമ്പോൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും നല്ല ഫ്രണ്ട്, നല്ല ഡീലിങ്, നല്ല സ്വഭാവം, പക്ഷേ ആ വ്യക്തിയിലൂടെ പൈശാചിക ശക്തി നിങ്ങളിലേക്ക് കയറാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ വ്യക്തിയുമായിട്ട് വലിയ ചങ്ങാത്തവും വലിയ ബന്ധവും എല്ലാം കൂട്ടം കൂടുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവമേ, എന്താ നല്ല ഡീസൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്, നല്ല സ്വഭാവം, നല്ല കുടുംബം എല്ലാം ഉണ്ട്, ഞാൻ ഇതിനോട് കൂട്ടം കൂടണോ? ഇതിനോട് ഞാനൊരു ബന്ധം ഉണ്ടാക്കണോ? ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണോ? ഇത് നിങ്ങൾ ആലോചന ചോദിക്കണം. നല്ല വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏറ്റവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ദൈവത്തോട് ആലോചന ചോദിക്കണം. ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയോ? അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. കണ്ടോ, ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു പൗലോസ് ലീഹ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി ഭാവിഫലം പ്രവചിച്ചു നിന്നു. ഉള്ളിലുണ്ടായിരുന്നത് ദുഷ്ടാത്മാവാണ്. ആ ദുഷ്ടാത്മാവ് പോയപ്പോൾ അവൾ സ്വതന്ത്രയായി. എന്ന് പറഞ്ഞാൽ ഭാവിഫലം പ്രവചിക്കുന്നിടത്ത് നമ്മൾ പോവും. നമ്മുടെ തകർച്ചയിൽ മറ്റുള്ള ആളുകൾ നല്ല നല്ല ഉപദേശങ്ങൾ തരുന്നിടത്ത് നമ്മൾ പോകും. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ സ്ഥലത്ത് പോകണം, ഞാൻ ഈ വ്യക്തിയോട് സംസാരിക്കണം, ഈ വ്യക്തി കഴിവുണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ ഇതിന് മുകളിൽ കഴിവുള്ള ദൈവത്തോട് ഞാൻ ആലോചന ചോദിച്ചിട്ട് ആ വ്യക്തിയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ പാടുള്ളൂ. അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറൊരു ചോദ്യം, കാതലായിട്ടുള്ളൊരു ചോദ്യം ഇങ്ങനെയാണ്, ഈ ഉപദേശം സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടയോ, ഇതെങ്ങനെ ഞാൻ തിരിച്ചറിയും? ഇതാണ് പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും കാര്യം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, കുടുംബത്തോട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവമേ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവർ, ദൈവം അതിനൊരു വഴി പറഞ്ഞു തരും. ഒരുപക്ഷേ
അത് നിങ്ങൾ ചിലപ്പോൾ അടുത്ത ഞായറാഴ്ച പോയിട്ട് വചനം കേൾക്കുമ്പം ആ വചന ഹോമിലിയിലൂടെ ആയിരിക്കും, ആ വചന പ്രഘോഷണത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ തൊട്ടടുത്ത് പോയി ഒരു ധ്യാനം കൂടുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു ഉൾക്കാഴ്ചയായിരിക്കും. പലപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛാ എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടം കറങ്ങുന്ന അവസ്ഥയിൽ ഞാൻ ഈ ധ്യാനത്തിന് വന്നു, എനിക്ക് വ്യക്തമായിട്ടൊരു കാഴ്ച കിട്ടി, ഉൾക്കാഴ്ച കിട്ടി. കണ്ടോ, ദൈവം സംസാരിച്ചു. നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ദൈവം സംസാരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിരുന്നിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു 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 വചനം കേൾക്കുമ്പോൾ ഒരു ടി വി തുറന്ന് ഒരു വചനം കേൾക്കുകയാണ്, ഏതെങ്കിലും ചാനലെടുത്ത് വചനം കേൾക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആത്മീയ ചാനലുകളൊക്കെ ഉണ്ടല്ലോ, വചനം കേൾക്കുകയാണ്. അപ്പോൾ ആ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച നൽകും. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാക്കുകൾ ആ വ്യക്തിയിൽ നിന്ന് ദൈവം ആ വ്യക്തിയിലൂടെ ദൈവം സംസാരിപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ അറിയാണ്ട് നിങ്ങളിൽ നിന്ന് അങ്ങ് വിട്ടു പൊക്കോളും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അതങ്ങോട്ട് പൊക്കോളും, അത് വിട്ടുമാറി പൊക്കോളും. അല്ലെങ്കിൽ ഏതെങ്കിലും നൂലാമാല കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ബൈബിൾ എടുത്ത് വായിക്കുക, കൃത്യമായിട്ട് ദൈവം സംസാരിക്കും. ദൈവം എല്ലാ മനുഷ്യന്മാരോട് സംസാരിച്ചതാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. കാനാൻകാരിയോട് സംസാരിച്ചു, സക്കേവൂസിനോട് സംസാരിച്ചു, പ്രവാചകന്മാരോട് സംസാരിച്ചു, രാജാക്കന്മാരോട് സംസാരിച്ചു, വിധവയോട് സംസാരിച്ചു, എല്ലാവരോടും സംസാരിച്ചു, അല്ലെ, അടിമ പെൺകുട്ടിയോട് സംസാരിച്ചു, എല്ലാവരോടും സംസാരിച്ചു ദൈവത്തിൻ്റെ വാക്കുകൾ. അപ്പം ഇതെല്ലാം ദൈവം സംസാരിച്ച കാര്യങ്ങളാണെങ്കിൽ ഇത് തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. യെശയ്യാ 65:25 വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. വിളിക്കും മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരു വിളിയുടെ ഒരു ഉൾക്കാഴ്ച അവിടെയുണ്ട്. ഞാൻ വിളിക്കണം എൻ്റെ ദൈവത്തെ. ഞാൻ വിളിക്കുമ്പോൾ ദൈവം പറയുന്നു ആ സമയത്ത് അവിടെ ഞാനുണ്ട്, വിളിക്കുമ്പോൾ ഞാൻ അവിടെയുണ്ട്. കർത്താവിൻ്റെ അടുത്ത വചനം ഫിലിപ്പി 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ആകുലതകൾ വിവരിച്ച് പറയുക, എല്ലാ ആകുലതകളും വിവരിച്ച് പറയുക. നമ്മുടെ അവസ്ഥ നമ്മളെക്കാളധികം നമ്മുടെ സൃഷ്ടാവിനറിയാം. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം പ്രഭാഷകൻ 18:7 മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ, അവന് അത് എന്നും പ്രഹേളികയായിരിക്കും. അന്വേഷിച്ച് ഈ ഭൂമി മുഴുവൻ കറങ്ങി നടന്നാലും പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തമായ ഉത്തരം, ഒരു ശക്തമായിട്ടുള്ള ഒരു അഭിഷേകം നമുക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുക, കർത്താവ് കൃത്യമായി നിങ്ങളെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കുക. ദൈവത്തോട് ഞാൻ ആലോചന ചോദിക്കുന്നു. എൻ്റെ മുമ്പിലെ ഈ പ്രശ്നം ദൈവത്തിന് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രം ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി ഒരു ധ്യാനം കൂടുക. അല്ലെങ്കിൽ ഒരു നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ അവിടെ പോയി കുത്തിയിരിക്കുക ഒരു 2-3 മണിക്കൂർ. ഇന്ന് വൈകുന്നേരം കുടുംബത്തോട് ചേർന്ന് ഒരുമിച്ചിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ദാവീദ് രാജാവ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായപ്പോൾ അവൻ തൻ്റെ പ്രമാണിമാരോടോ ബുദ്ധിമാന്മാരോടോ അല്ല ആലോചന ചോദിച്ചത്, ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവമേ, ഞാൻ ഈ യുദ്ധത്തിന് പോകണോ? മുറിയിൽ കയറി കുറ്റിയിട്ട് അവൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. രണ്ടാമത് അതേ ആളുകളോട് യുദ്ധം ചെയ്യാൻ പോയപ്പോഴും ദൈവത്തോട് തന്നെ അവൻ ആലോചന ചോദിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവത്തോട് ആലോചന ചോദിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നിന്റെ തകർച്ചയിലേക്ക് ദൈവം കടന്നു വന്ന് വഴി നടത്തുന്ന ഈ ഒരു സാഹചര്യം നീ അനുഭവിക്കുക. നമ്മുടെ ബുദ്ധിക്കപ്പുറത്തൊരു ലോകമുണ്ട്. ഇപ്പോഴത്തെ ഈ തകർച്ചയ്ക്കപ്പുറത്ത് നന്മയുടെ ഒരു ലോകമുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ ലോകമുണ്ട്. കർത്താവിനോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തി നിരാശരാവുകയില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. നിനക്ക് മറികടക്കാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയും നിൻ്റെ മുമ്പിൽ ഇന്നില്ല. ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് നീ തീരുമാനമെടുത്താൽ, എൻ്റെ കർത്താവിനോട് എൻ്റെ ആലോചന ഞാൻ പങ്കുവെക്കാൻ തീരുമാനമെടുത്താൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാ അത്ഭുതങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ദൈവം എന്ന് പറയുന്നത് ആകാശത്തുള്ള ഒരു വ്യക്തിയല്ല, നിൻ്റെ തൊട്ടുമുമ്പിൽ നിന്നെ കൈപിടിച്ച് നടത്തുന്ന നിൻ്റെ സ്നേഹവാനായ പിതാവാണ്. ആ ദൈവത്തോട് ദാവീദ് രാജാവിനെ പോലെ ആലോചന ചോദിക്കുക. കർത്താവിൻ്റെ വചനം പറഞ്ഞതുപോലെ, വെള്ളച്ചാട്ടം പോലെ കർത്താവിൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ ചിതറിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നീ കാണുന്നു. ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.